കർത്താവിൻ്റെ തന്നെ തിരുനാമം മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവേളയിൽ ഒരു തിരുവചന സന്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ധ്യാനിപ്പാൻ ശരണപ്പെടുകയാണ്. 107 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരികളുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്തവരും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഇവിടെ ഈ വചനം ധ്യാനിക്കുമ്പോൾ വ്യത്യസ്തമായ പല കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും. ആരാണ് ദൈവത്തെ സ്തോത്രം ചെയ്യേണ്ടത്? ആരാണ് അവരുടെ ദയയെ എന്നേക്കും ഉള്ളതെന്ന് വർണ്ണിക്കേണ്ടത്? നോക്കിക്കേ, 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വിടുവിച്ചവർ. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ അല്ലെങ്കിൽ വിടുവിച്ചവർ. അവരെന്ത് പറയണം? ദൈവത്തിന് സ്തോത്രം പറയണം. അവൻ നല്ലവനാണെന്ന് പറയണം. അവൻ്റെ ദയ എന്നേക്കുമുള്ളെന്ന് പറയണം. ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്ത, വിടുതൽ പ്രാപിച്ചവർ പറയേണ്ട പദമാണ് അവൻ്റെ ദയ എന്നേക്കും ഉള്ളതെന്ന്. ദൈവമക്കളെ, ദൈവം നമ്മളെ വീണ്ടെടുക്കപ്പെട്ടത് ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നുമാണ്. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വിടുതൽ പ്രാപിച്ച, അല്ലെങ്കിൽ ആർക്കും വന്ന് നമ്മളെ ഉദ്ധരിക്കുവാൻ കഴിയാത്ത ഇടത്തിൽ നിന്നും ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും കർത്താവ് യേശു ക്രിസ്തു നമ്മളെ വിടുവിക്കുവാനിടയായി. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം. മാത്രമല്ല, അവൻ നല്ലവനാണെന്ന് പറയണം. അവൻ്റെ സ്നേഹം ശാശ്വതമായിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ഇന്ന് പകൽവേളയിൽ ദൈവത്തിൻ്റെ ആത്മാവും നമ്മളെ തന്നെ വിശകലനം ചെയ്യുമ്പോൾ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടവരാണ് നമ്മൾ. മറ്റൊരു കാര്യം, കിഴക്ക് നിന്നും പടിഞ്ഞാറ് വടക്ക് കടലിലുമുള്ള ദേശങ്ങളിൽ നിന്നും കൂട്ടിച്ചേർത്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയണം. എന്ന് വെച്ചാൽ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്തവരായ, അർത്ഥം ചിതറിപ്പോയവരെ നാം, ദൂരം വിട്ടുപോയവരെ നാം, അന്യപ്പെട്ടു പോയവരെ നാം ദൈവം നമ്മളെ കൂട്ടിച്ചേർക്കുവാനിടയായി. ദൈവം നമ്മളെ വീണ്ടെടുക്കുവാനിടയായി. അപ്പോസ്തലൻ പത്രോസിൻ്റെ ഭാഷയിൽ പറയുന്നത്, പൊന്നോ വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിഷ്കളവും നിർദോഷവുമായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ വിലയേറെ രക്തം കൊണ്ടത്രേ നമ്മളെ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. നാം അന്യപ്പെട്ടു പോയിരുന്നു, നാം ദൂരസ്ഥരായിരുന്നവരെ ദൈവം നമ്മൾ സമീപസ്ഥരാക്കി. രക്ഷിപ്പാൻ കഴിയാത്ത പൈശാചിക തലങ്ങളിലായിരുന്നു, അവൻ്റെ പിടിയിലായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ, തൻ്റെ സ്നേഹത്താൽ, തൻ്റെ ജീവനെ തന്ന് നമ്മളെ വീണ്ടെടുക്കുവാനിടയായി. അതുകൊണ്ട് എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇന്ന് പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുന്ന വേളയിൽ നാം ദൈവത്തെ എത്ര ആഴമായി സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യേണ്ടവരാണ് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഏത് നിമിഷവും ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവനാമത്തെ ഉയർത്തുവാൻ, ദൈവസ്നേഹത്തെ വർണ്ണിപ്പാൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന്
ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ സന്ദേശം അവസാനിപ്പിക്കട്ടെ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.